ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ മേധാവി ഇ ശ്രീധരനും സിഐഐ മുൻ തലവൻ തരുൺ ദാസും സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗങ്ങളാകും. പുതിയ അംഗങ്ങളെ ഉൾപ്പെടുത്തി ബോർഡ് പുനഃസംഘടിപ്പിക്കാനുള്ള തീരുമാനം അടുത്ത മന്ത്രിസഭാ യോഗത്തിലുണ്ടാകും. രാഷ്ട്രീയക്കാരേക്കാൾ ആസൂത്രണ വിദഗ്ധർക്ക് മുൻതൂക്കമുള്ള ബോർഡായിരിക്കും നിലവിൽ വരിക. ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷനായി കെ.എം. ചന്ദ്രശേഖരനെ നിയമിച്ചത് ബോർഡിന്റെ ഘടനയെക്കുറിച്ചുള്ള ശക്തമായ സൂചനയായിരുന്നു. മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകരെക്കാൾ ആസൂത്രണവുമായി ബന്ധപ്പെട്ട വിവിധ രംഗങ്ങളിലെ വിദഗ്ധരെ വേണമെന്നാണ് ചന്ദ്രശേഖറും താൽപര്യപ്പെട്ടത്. ഇതനുസരിച്ച് ഡൽഹി മെട്രോ റെയിൽ എംഡി ഇ ശ്രീധരൻ, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് മുൻ തലവൻ തരുൺ ദാസ്, ടെക്നോ പാർക്ക് മുൻ മേധാവി ജി വിജയരാഘവൻ, സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ കെ പി കണ്ണൻ എന്നീ പേരുകളാണ് പരിഗണനയിൽ ഉള്ളത്. ഡോക്ടർ ബി എ പ്രകാശിന്റെ പേര് കെപിസിസി നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല. കെപിസിസി ഇക്കണോമിക് ഫോറം കൺവീനറും മാനേജ്മെന്റ് വിദഗ്ധനുമായ ഷാഫി മേത്തറിന്റെ പേരും സജീവമായുണ്ട്. മുഴുവൻ സമയ രാഷ്ട്രീയക്കാരിൽ നിന്ന് പരമാവധി ഒരാൾ മതിയെന്നാണ് ഏകദേശ ധാരണ. അങ്ങനെയെങ്കിൽ മുൻ അംഗം സി പി ജോണോ, ജനതാദൾ നേതാവ് ഡോക്ടർ വർഗീസ് ജോർജോ ആസൂത്രണ ബോർഡ് അംഗമാകും. മുഖ്യമന്ത്രിക്ക് പുറമെ മന്ത്രിമാരിൽ കെ എം മാണി, പി കെ കുഞ്ഞാലിക്കുട്ടി, കെ സി ജോസഫ്, കെ പി മോഹനൻ എന്നിവരും ആസൂത്രണ ബോർഡിലുണ്ടാകും. രാജീവ് ദേവരാജ്, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.